വീഡിയോകളുണ്ട് മനസ്സിലാക്കിയ അല്ലാണ്ട് ഓനങ്ങ് തുറന്നു വിട്ടോ നിങ്ങൾക്ക് അധികാരം തരണ്ടിക്കില്ലേ ഓനാരാ അല്ല ഓനക്ക് അറിയില്ല ഓനക്ക് മാനസിക അങ്ങനെ മാനസിക മെമ്പറോട് പോയായിരുന്നു. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. കൂട്ടുപുഴ ഭാഗത്ത് പുഴകളിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ പഴശ്ശി ബാരേജിലെ ഷട്ടറുകൾ ഏതു സമയവും ക്രമീകരിക്കേണ്ടി വരുന്നു. അതിനാൽ തന്നെ വളപട്ടണം പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് പഴശ്ശി ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടൽ ഉള്ളതായി സംശയിക്കുന്നതിനാൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. അതിനിടെ അയ്യങ്കുന്ന് വില്ലേജിൽ പാലത്തുംകടവിൽ ബാരാപ്പോൾ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കനാൽ കവിഞ്ഞൊഴുകി 4 വീടുകളിൽ വെള്ളം കയറി. 3 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കും ഒരു കുടുംബത്തെ അയൽവീട്ടിലേക്കും മാറ്റിപ്പാർപ്പിച്ചു. പഴശ്ശി ഡാം ഷട്ടർ ഉയർത്തിയതിനെ തുടർന്ന് ചാവശ്ശേരി വില്ലേജിൽ കോളാരി മണ്ണൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്ന പുഴയോരത്തെ വയലിൽ വെള്ളം കയറി. നിലവിൽ വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതിയില്ല. കൊട്ടാരം പെരിയത്തിൽ റോഡിലും വെള്ളം കയറി. പടിയൂർ വില്ലേജിൽ പെടയങ്ങോട് പുഴക്കരയിലുള്ള അങ്കണവാടിയുടെ മുറ്റം വരെയും വെള്ളം കയറി. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ പറഞ്ഞു. ഈ വെള്ളം ഓവർ കയറുമ്പോ FR കഴിഞ്ഞിട്ടാകുമ്പോ ഇവരൊന്ന് തുറന്നു കളക്കുക. തുറന്നു കളക്കുമ്പോ നമ്മളെല്ലാം വെള്ളത്തിൽ ഇപ്പൊ കഴിഞ്ഞ 3-4 വർഷമായി എല്ലാ ഈ വെള്ളം കയറി ഞങ്ങൾ ഈ ദുരിതാനുഭവിക്കുന്നു. എന്നിരിക്കാൻ അവിടുത്തെ എയ്മാരും ഓഫീസർമാരും MLA അടക്കം പറഞ്ഞു ഇനി പ്രശ്നം ഉണ്ടാവില്ല, വെള്ളം മെയ് 30 തുറന്നു നിൽക്കുകയും ആഗസ്റ്റ് 30 ശേഷം അടക്കുകയും ചെയ്യില്ല എന്ന് ഉറപ്പ് വന്നിട്ടാ പോയി. പക്ഷെ ഇപ്രാവശ്യം അതേപോലെ തുടരുന്നു. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.